പ്രധാനപ്പെട്ടതും അവസരോചിതവുമായ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മഹത്തായ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. വലിയ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം എല്ലാവരും മുസ്ലിംകളാണ്. അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്, മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഇസ്ലാം എന്നത് തന്നെ. അതിലുപരിയായ ഒരു അനുഗ്രഹം വേറെ നമുക്ക് ലഭിക്കാനില്ല. അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ച് ശാശ്വതമായ സൗഭാഗ്യം കൈവരിക്കുന്നതിനുള്ള ശരിയായ സരണി അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. അത് വാരി പുൽകുവാൻ നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, സുമ്മത്ത അൽഹംദുലില്ലാ. ഇസ്ലാം എന്ന് പറയുന്നത് അത് ബുദ്ധിയുടെ മതമാണ്, യുക്തിയുടെ മതമാണ്, പ്രകൃതിയുടെ മതമാണ്. ഇസ്ലാം ബുദ്ധിയുടെ മതമാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കു വിരുദ്ധമായ, ബുദ്ധിയുടെ വീക്ഷണത്തിൽ അസംഭവ്യമായ ഒരു കാര്യവും ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിലോ അനുഷ്ഠാന കാര്യങ്ങളിലോ ആചാരങ്ങളിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാം യുക്തിയുടെ മതമാണ്. യുക്തിയുടെ വീക്ഷണത്തിൽ യുക്തിരഹിതമായി തോന്നുന്ന ഒരു കാര്യവും ദീനുൽ ഇസ്ലാമിൽ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും യുക്തി അതിനനുസൃതമാണ് ഇസ്ലാമിലെ എല്ലാ കാര്യവും എന്ന് മനസ്സിലാക്കരുത്. യുക്തി ആപേക്ഷികമാണ്. ഓരോരുത്തർക്കും അവരുടേതായ യുക്തികൾ ഉണ്ടാകാം. ശരിയായ യുക്തിയുടെ വീക്ഷണത്തിൽ യുക്തിരഹിതമെന്ന് തീർത്ത് പറയാവുന്ന ഒരു കാര്യവും ദീനുൽ ഇസ്ലാമിലില്ല. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പ്രകൃതി വിരുദ്ധമായ ഒന്നും ദീനുൽ ഇസ്ലാമിലില്ല. പ്രകൃതിയുമായി പൊരുത്തപ്പെടാത്ത, പ്രകൃതിയെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു നിയമവും ദീനുൽ ഇസ്ലാമിലില്ല. മനുഷ്യൻ്റെ ബുദ്ധി അവനോട് പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ പരമാണു തൊട്ട് പടുകൂറ്റൻ ഗോളങ്ങൾ വരെയുള്ള സകല വസ്തുക്കൾക്കും ഒരു സൃഷ്ടാവുണ്ടെന്ന്, അവനെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന്, അവൻ സർവശക്തനും സകലജ്ഞനുമാണെന്ന് അവൻ്റെ ബുദ്ധി അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയ തന്നെ സർവശക്തനായ സകലജ്ഞനായ ഉടയ തമ്പുരാനിൽ സർവസ്വവും അർപ്പിച്ച് ശാന്തമായി ജീവിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ഉത്കടമായി ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് മതം ദീനുൽ ഇസ്ലാം മനുഷ്യനോട് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയ തന്നെ എന്നെന്നും സുഖിക്കണമെന്നും മരിക്കാതെ ജീവിക്കണമെന്നും ശാശ്വതമായി സൗഭാഗ്യം കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്നു. പ്രകൃതിയുടെ ഈ ഡിമാൻഡ് അത് വകവെച്ചു കൊടുക്കുന്നു മതം ദീനുൽ ഇസ്ലാം. മരണം മനുഷ്യൻ്റെ നാശമല്ലെന്നും മരണത്തോടുകൂടി ജീവിതം ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മനുഷ്യൻ നൈസർഗികമായി ആഗ്രഹിക്കുന്ന, പ്രകൃതിയെ തന്നെ ആഗ്രഹിക്കുന്ന അവൻ്റെ ആ ആഗ്രഹം എന്നൊന്നും മരിക്കാതെ ജീവിക്കണമെന്നും സുഖിക്കണമെന്നുമുള്ള ആഗ്രഹം അത് വകവെച്ചു കൊടുക്കാമെന്നും നിറവേറ്റിക്കൊടുക്കാമെന്നും ഉടയ തമ്പുരാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പക്ഷേ അതിന് ചില കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഉപാധികൾ പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വത സൗഭാഗ്യം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ
അവൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ജീവിത പദ്ധതിയാണ് ദീൻ ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ പ്രകൃതിയെ തന്നെ നൈസർഗികമായി തന്നെ സ്വാഭാവികമായി തന്നെ ഇണചേരുവാൻ ആഗ്രഹിക്കുന്നു. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും പ്രാപിക്കുവാൻ അതിയായി വെമ്പൽ കൊള്ളുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രകൃതിയെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട് മനുഷ്യൻ ബ്രഹ്മചരിക്കണമെന്നോ സന്യസിക്കണമെന്നോ അവിവാഹിക ജീവിതം നയിക്കണമെന്നോ ഇസ്ലാം മതം മനുഷ്യനോട് പറയുന്നില്ല. നേരെ മറിച്ച് പ്രകൃതിയുടെ ആവശ്യം, പ്രകൃതിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ജീവിതരംഗത്ത് ജീവിതായോധനം നടത്തി ജീവിതം വിജയിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം പ്രകൃതിയുടെ മതം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ അലൈഹാ. നിന്റെ വദനം നീ മതത്തിലേക്ക് തിരിക്കണം. ഹനീഫൻ പരമാർത്ഥിയായിക്കൊണ്ട്. ഫിത്റത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ അലൈഹാ, അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതത്തിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതത്തിന് ഇണങ്ങുന്ന പ്രസ്ഥാനം ദീനുൽ ഇസ്ലാം അത് സ്വീകരിക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈവാഹിക കാര്യത്തിലും ഈ ഒരു നിലപാട് തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തി സന്യസിക്കുകയോ ബ്രഹ്മചരിക്കുകയോ ചെയ്തുകൊണ്ട് എളുപ്പം ദൈവരാജ്യം പ്രാപിക്കാം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളോ മതങ്ങളോ ഉണ്ടാകാം. ദീനുൽ ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. വിശുദ്ധ ഖുർആൻ പറയുന്നു, ومن آياته أن خلق لكم من أنفسكم أزواجا. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. അല്ലാഹുവിൻ്റെ